ഓക്കെ, സോ 20,000 താഴെയുള്ള എൻ്റെ ഫേവററ്റ് 5 ഗെയിമിംഗ് ഫോൺസ്, ശരിക്കും പറഞ്ഞാൽ 5+1 ആണ്, ഒരു സ്പെഷ്യൽ മെൻഷനുമുണ്ട്. സോ ഈ 5+1 ഗെയിമിംഗ് ഫോൺസിൻ്റെ ഒരു ലിസ്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഒരു ചെറിയ കാര്യം, ഇതെൻ്റെ ഫേവററ്റ് 5 ഫോൺസിൻ്റെ ലിസ്റ്റാണ്. സോ നിങ്ങളുടെ ഫേവററ്റ് 5 ഫോൺസിൻ്റെ ലിസ്റ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആവാം. സോ നിങ്ങൾ സെലക്ട് ചെയ്ത ഒരു ഫോൺ ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ആ ഫോണിൻ്റെ പേരും പിന്നെ ഈ ഒരു അണ്ടർ 20,000 ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺസിൻ്റെ ലിസ്റ്റിൽ ചേർക്കാനുള്ള കാരണവും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇതൊരു ഗെയിമിംഗ് ഫോണിൻ്റെ ലിസ്റ്റ് ആണെങ്കിലും ഞാൻ മെയിൻലി കൺസിഡർ ചെയ്തിരിക്കുന്നത് PUBG എന്ന ഗെയിമാണ്. കാരണം ഇപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ 80-85% പേര് PUBG കളിക്കാൻ വേണ്ടി ഒരു ഫോൺ വാങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. പ്ലസ് അതിൻ്റെ ഗുണമെന്ന് പറയുകയാണെങ്കിൽ PUBG നല്ല ഹെവി ഗെയിമാണ്. സോ PUBG നൈസായ രീതിയിൽ ഈ ഒരു ഫോൺസിൽ ഓടുന്നുണ്ടെങ്കിൽ ബാക്കി ഗെയിംസും വലിയ പ്രശ്നമില്ലാതെ തന്നെ നിങ്ങൾക്ക് കളിക്കാൻ കഴിയും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നിതിൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം ഞങ്ങൾ എത്രയും പെട്ടെന്ന് 50,000 സബ്സ്ക്രൈബേഴ്സ് എത്താൻ പോവുകയാണ്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഈ ടോപ്പ് 5 ലിസ്റ്റിൻ്റെ 5th പൊസിഷനിൽ വന്നിരിക്കുന്ന ഫോണാണ്, ശരിക്കും പറഞ്ഞാൽ ഫോണല്ല, ഫോൺസാണ്. 2 ഫോൺസാണ്. എനിക്ക് ഈ 2 ഫോൺസിൽ നിന്ന് ഒരൊറ്റ ഫോൺ സെലക്ട് ചെയ്യാൻ പറ്റിയില്ല. സോ ഞാൻ 2 ഫോൺസിൻ്റെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 ഫോൺസാണ് MediaTekൻ്റെ Helio G90T പ്രൊസസ്സറുള്ള Redmi Note 8 Proയും പിന്നെ Realme 6ഉം. ഈ 2 ഫോൺസിൻ്റെയും സ്പെസിഫിക്കേഷൻസ് നോക്കിയാൽ ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം സ്പെസിഫിക്കേഷൻസ് ആണ്, സെയിം പ്രൊസസ്സറാണ്. MediaTekൻ്റെ Helio G90T പ്രൊസസ്സർ ഉണ്ട്. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഒന്നിൽ 6.53 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്, മറ്റേതിൽ 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. രണ്ടും IPS LCD ഡിസ്പ്ലേ ആണ്. ഇതിൽ Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് Redmi Note 9 Proയിൽ. ഇതിൽ Gorilla Glass 3ൻ്റെ പ്രൊട്ടക്ഷൻ ആണ്. ഒന്നിൽ MI UI ആണെങ്കിൽ മറ്റേതിൽ Realme UI ആണ്. രണ്ടിലും 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 2 ഫോൺസിലും നിങ്ങൾക്ക് സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ട് കിട്ടുന്നുണ്ട്. Redmi Note 8 Proൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ബാക്കിലാണെങ്കിൽ നമ്മുടെ Realme 6ൻ്റെ സൈഡിലാണ്. ഇപ്പോഴത്തെ ഈ വർഷത്തെ ട്രെൻഡാണ്, മിക്ക എല്ലാ ഫോൺസിൻ്റെ സൈഡിലാണ്, പവർ ബട്ടൻ്റെ മേളിലാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. സോ ആ ഒരു ഇച്ചിരിയുടെ ഒരു ഫ്രഷ് ലുക്കാണ് നമ്മുടെ Realme 6-ലുള്ളത്. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ Redmi Note 8 Proയിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്, Realme 6-ൽ 30 വാട്ടിൻ്റെയാണ് ഫാസ്റ്റ് ചാർജർ. പക്ഷേ അതേ സമയത്ത് Redmi Note 8 Pro കുറച്ചുകൂടെ ഒരു പ്രീമിയം ബിൽഡാണ്. ഫ്രണ്ടും ബാക്കും Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. Realme 6-ൽ ബാക്ക് പ്ലാസ്റ്റിക് ആണ്, ഫ്രണ്ടിൽ Gorilla Glass 3ൻ്റെ ആണ് പ്രൊട്ടക്ഷൻ. ഈ 2 ഫോൺസിൻ്റെയും ഡിസ്പ്ലേകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ Realme 6-ൽ നിങ്ങൾക്ക് 90 ഹെർട്സിൻ്റെ സ്മൂത്ത് റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. അതേസമയത്ത് Redmi Note 8 Proയിൽ 60 ഹെർട്സിൻ്റെ ആണ് റിഫ്രഷ് റേറ്റ്. ഈ കൂടുതൽ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഗെയിംസ് തൽക്കാലം കുറവാണ്. ഏറ്റവും ഫേമസ് ആയ ഗെയിംസ്, അതായത് നമ്മുടെ PUBGയും Call of Duty ഒക്കെ എല്ലാം 60 FPS, അതായത് 60 ഹെർട്സ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. Mortal Kombat 90 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അതുപോലത്തെ ഫൈറ്റിംഗ് ഗെയിംസ് കളിക്കുന്ന ആളാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു റെസ്പോൺസ് നിങ്ങൾക്ക് Realme 6-ൽ കിട്ടും. ഇനി നമുക്ക് ഈ 2 ഫോൺസിൻ്റെയും ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാം. ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. നല്ല രീതിയിൽ ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊസസ്സറും സോഫ്റ്റ്വെയറുമാണ് ഈ ഫോൺസിലുള്ളത്. സോ ഈ 2 ഫോൺസിൻ്റെയും ഗ്രാഫിക് സെറ്റിംഗ്സ് നോക്കിയാൽ സ്മൂത്തിൽ നിങ്ങൾക്ക് എക്സ്ട്രീം കളിക്കാൻ പറ്റും, അതായത് 60 FPS, പിന്നെ ബാലൻസ്ഡ് HDR വരെ നിങ്ങൾക്ക് ഇതിൽ അൺലോക്ഡ് ആണ്. സോ ബാലൻസ്ഡ് HDR-ൽ നിങ്ങൾക്ക് അൾട്ര, അതായത് 40 FPS-ൽ കളിക്കാൻ കഴിയും. ഇനി ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മിക്ക എല്ലാ ഫോൺസും നമ്മൾ ഇനി 2.5-3 മണിക്കൂർ നീണ്ട ഗെയിം പ്ലേ ആണെങ്കിൽ എന്തായാലും ഹീറ്റ് ആവും. പക്ഷേ MediaTekൻ്റെ പ്രൊസസ്സർ കുറച്ചുകൂടെ കൂടുതൽ ഹീറ്റ് ആവുന്നുണ്ട്, അങ്ങനെയാണ് കണ്ടുവരുന്നത്. ആ ഹീറ്റിങ്ങിനെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഹീറ്റ് ആവുമ്പം അത് പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടി Redmi Note 8 Proയിൽ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി ഉണ്ട്. അതേ സമയത്ത് നിങ്ങൾക്ക് Realme 6-ൽ അങ്ങനത്തെ ഒരു കൂളിംഗ് ടെക്നോളജി കിട്ടുന്നില്ല. പിന്നെ കളിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഹീറ്റിംഗ് ഒന്നുമില്ല. നിങ്ങളൊരു കവർ ഇടുകയാണെങ്കിൽ ആ ഹീറ്റിൻ്റെ ഒരു നിങ്ങളുടെ കയ്യിൽ വരുന്ന ഒരു എഫക്റ്റ് എന്തായാലും കുറഞ്ഞു കിട്ടും. Realme 6-ൻ്റെ 6GB 128GB വെർഷൻ്റെ പ്രൈസാണ് ഏകദേശം 16,000 രൂപയാണ്. അതേ സമയത്ത് Redmi Note 8 Proൻ്റെ 6GB 128GBയുടെ പ്രൈസാണ് 17,000 രൂപ. സോ പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇനി പ്രീമിയം ബിൽഡും IR ബ്ലാസ്റ്ററും പിന്നെ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് Redmi Note 8 Pro സെലക്ട് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ വേണം, കുറച്ചുകൂടെ ഫാസ്റ്റായ ചാർജിങ്ങിൻ്റെ ഫെസിലിറ്റി വേണമെങ്കിൽ Realme 6 സെലക്ട് ചെയ്യാം. സോ ടോപ്പ് 5 ഗെയിമിംഗ് ഫോൺസിൻ്റെ ലിസ്റ്റിൽ നമ്പർ 4 പൊസിഷനിലാണ് Redmi Note 9 Pro Max. Note 9 Pro Maxൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. 6.67 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ ഉണ്ട്, IPS LCD ഡിസ്പ്ലേ ആണ്, Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിൽ വരുന്ന പ്രൊസസ്സറാണ് Qualcomm Snapdragon 720G. നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ട് കിട്ടുന്നുണ്ട്. 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്, 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്, 5020 mAhൻ്റെ ബാറ്ററി ഉണ്ട്,
33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും കിട്ടുന്നുണ്ട്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൻ്റെ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മെയിൻലി ഇതിൽ സ്മൂത്തിൽ അൾട്ര കളിക്കാൻ പറ്റും അറ്റ് 40 FPS, ബാലൻസ്ഡിൽ അൾട്രയാണ് 40 FPS, HD ഹൈയിൽ കളിക്കാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് HDR സെറ്റിംഗ്സ് കിട്ടുന്നില്ല. പക്ഷേ നിങ്ങൾ GFX ടൂൾ യൂസ് ചെയ്താൽ സ്മൂത്ത് ഓപ്ഷനിൽ നിങ്ങൾക്ക് എക്സ്ട്രീം അതായത് 60 FPS കളിക്കാൻ കഴിയും. ഇനി ഇതിൻ്റെ PUBG പെർഫോമൻസിനെ കുറിച്ച് സംസാരിച്ചാൽ നിങ്ങൾ ഇതിൻ്റെ ഡീഫോൾട്ട് ഗ്രാഫിക്സ് സെറ്റിംഗ്സ് അതായത് സ്മൂത്തും അൾട്രയും കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ചില സ്ഥലങ്ങളിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം സാൻഹോക്കിലെ ബൂട്ട് ക്യാമ്പ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് സ്ക്വാഡ്സും അല്ലെങ്കിൽ ആൾക്കാർ ഇറങ്ങുന്നൊരു ഹോട്ട് ഡ്രോപ്പ് ആണെങ്കിൽ ചെറുതായിട്ട് ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ വലിയൊരു ബാറ്ററി ഉണ്ട്. 5000 mAh മുകളിൽ ബാറ്ററി ഉള്ള ഏക ഒരു ഫോണാണ് ഈ ലിസ്റ്റിൽ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ്. സോ നല്ല വലിയ ബാറ്ററി ഉണ്ട്. അതിനോടൊപ്പം തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും കിട്ടുന്നുണ്ട്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൻ്റെ 6GB 64GB പ്രൈസാണ് 16,499 രൂപ. ഈ ലിസ്റ്റിൽ മൂന്നാമത്തെ പൊസിഷനിൽ വരുന്ന ഫോണാണ് റിയൽമിയുടെ റിയൽമി 6 പ്രോ. സ്പെസിഫിക്കേഷൻസ് നോക്കിയാൽ 6.6 ഇഞ്ചിൻ്റെ IPS LCD ഫുൾ HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് ഉണ്ടായിരുന്ന സെയിം ചിപ്സെറ്റ് ആണ് ഇതിലും. ക്വാൾകോമിന്റെ സ്നാപ്ഡ്രാഗൺ 720G. ഇതിലും ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡ് സ്ലോട്ട് കിട്ടുന്നുണ്ട്. 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്. ഡ്യുവൽ സെൽഫി ക്യാമറ ഉണ്ട്. 4300 mAh ആണ് ബാറ്ററി. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ ഉണ്ടായിരുന്ന എക്സാക്ട്ലി സെയിം ചിപ്സെറ്റ് ആണ് റിയൽമി 6 പ്രോയിലും സ്നാപ്ഡ്രാഗൻ്റെ 720G. സോ PUBG പെർഫോമൻസ് നോക്കിയാൽ ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം PUBG പെർഫോമൻസ് ആണ്. റിയൽമി 6 പ്രോയിൻ്റെ PUBG പെർഫോമൻസ് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഞാൻ ചെയ്തിട്ടുണ്ട്. സ്മൂത്ത് സെറ്റിംഗ്സ് സെലക്ട് ചെയ്താൽ അൾട്ര അതായത് 40 FPS കളിക്കാൻ കഴിയും. ബാലൻസ്ഡിലും 40 FPS കിട്ടുന്നുണ്ട്. HDയിൽ ഹൈ അതായത് 30 FPSലാണ് നിങ്ങൾക്ക് കളിക്കാൻ കഴിയുക. ഇതിൽ HDR സെറ്റിംഗ്സ് അവൈലബിൾ അല്ല. നിങ്ങൾക്കിനി 60 FPS സ്മൂത്തിൽ കളിക്കാൻ അതായത് എക്സ്ട്രീമിൽ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ GFX ടൂൾ യൂസ് ചെയ്യേണ്ടി വരും. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ ഉണ്ടായിരുന്ന എക്സാക്ട്ലി സെയിം പ്രോസസ്സറാണ് ഇതിലുമുള്ളത്. ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 720G. സോ ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. റിയൽമി 6 പ്രോയിലും ഈ ഹോട്ട് ഡ്രോപ്സ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ ബൂട്ട് ക്യാമ്പ്, അവിടെയൊക്കെ ഡ്രോപ്പ് ചെയ്തപ്പോൾ എനിക്ക് ചെറിയ ലാഗൊക്കെ കിട്ടിയിരുന്നു. ഫ്രെയിം ഡ്രോപ്സ് ആയിരുന്നു, നെറ്റ്വർക്ക് ലാഗല്ല, ഫ്രെയിം ഡ്രോപ്സ് ആയിരുന്നു കിട്ടിയിരുന്നു. പക്ഷേ നോർമൽ ഗെയിം പ്ലേയിൽ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നോർമൽ ഗെയിം പ്ലേയിൽ നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ്. 40 FPS ആണ്. 40 FPS നിങ്ങൾക്ക് മതിയെങ്കിൽ നല്ല കിടിലൻ സ്മൂത്ത് ഗെയിം പ്ലേ ആണ് നിങ്ങൾക്ക് റിയൽമി 6 പ്രോയിൽ കിട്ടുന്നത്. കഴിഞ്ഞ വർഷം വരെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ മാത്രം കണ്ടുവന്ന ഒരു ഫീച്ചറായിരുന്നു ഈ ഹയർ റിഫ്രഷ് റേറ്റ്. പക്ഷേ ഇപ്പം 20,000 താഴെയുള്ള ഫോൺസിലും ഹയർ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇനി കൂടുതൽ ആപ്സും കൂടുതൽ ഗെയിംസും ഹയർ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഗെയിംസ് വരും. സോ അങ്ങനെ വരികയാണെങ്കിൽ റിയൽമി 6 പ്രോനായിരിക്കും കുറച്ചുകൂടെ അഡ്വാൻറ്റേജ്. അതേ സമയത്ത് റിയൽമി 6 പ്രോൻ്റെ 6GB 64GB പ്രൈസാണ് 17,999 റുപ്പീസ്. നോട്ട് 9 പ്രോ മാക്സിൻ്റെ 6GB 64GB പ്രൈസാണ് 16,499 റുപ്പീസ്. സോ 1,500 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് പേ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ റിയൽമി 6 പ്രോ വാങ്ങിച്ചോളൂ. അല്ലെങ്കിൽ PUBG ഗെയിം പ്ലേ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം ഗെയിം പ്ലേ ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് ഡിഫറൻസ് പേ ചെയ്യാൻ കഴിയില്ലെങ്കിൽ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് വാങ്ങിയാലും മതി. ഈ ടോപ്പ് 5 ഗെയിമിംഗ് ഫോൺസിൻ്റെ ലിസ്റ്റിൽ സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്ന ഫോണാണ് റിയൽമിയുടെ റിയൽമി X2. ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കിയാൽ ഈ ലിസ്റ്റിൽ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഉള്ള ഏക ഫോണാണ് റിയൽമിയുടെ റിയൽമി X2. 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഉണ്ട്. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഇതിലുള്ള ചിപ്സെറ്റാണ് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 730G. 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്. 32 മെഗാ പിക്സലിൻ്റെ ആണ് സെൽഫി ക്യാമറ. അണ്ടർ ഡിസ്പ്ലേ ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനർ കിട്ടുന്നുണ്ട്. 4000 mAh ബാറ്ററി ഉണ്ട്. 30 വാട്ടിൻ്റെ വൂക്ക് 4.0 ചാർജറും കിട്ടുന്നുണ്ട്. റിയൽമി X2ന്റെ PUBG പെർഫോമൻസ് നോക്കിയാൽ ഗ്രാഫിക്സ് സെറ്റിംഗ് സൈഡിൽ സ്മൂത്ത് ഇട്ടാൽ അൾട്ര 40 FPS, ബാലൻസ്ഡിൽ അൾട്ര 40 FPS, HD സെറ്റിംഗ്സിൽ ഹൈ 30 FPS നിങ്ങൾക്ക് PUBG കളിക്കാൻ കഴിയും. ഇതിലും HDR സെറ്റിംഗ്സ് അൺലോക്ക്ഡ് അല്ല. സോ കഴിഞ്ഞ രണ്ട് ഫോൺസ് അതായത് നോട്ട് 9 പ്രോ മാക്സും റിയൽമി 6 പ്രോയിൽ കണ്ട 720G പ്രൊസസ്സർ ഉണ്ടല്ലോ, അതും ഈ 730G ഓൾമോസ്റ്റ് സെയിം പെർഫോമൻസ് ആണ്. പക്ഷേ ഇതിൽ ഹോട്ട് ഡ്രോപ്സ് ഉണ്ടല്ലോ, അതിൽ ഹോട്ട് ഡ്രോപ്സിൽ കിട്ടിയ ഫ്രെയിം ഡ്രോപ്സ് എനിക്ക് ഇതിൽ കിട്ടിയില്ല. സോ ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അൾട്ര സെറ്റിംഗ്സിൽ അതായത് 40 സെറ്റിംഗ്സിൽ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വിത്തൗട്ട് ഫ്രെയിം ഡ്രോപ്സ് നിങ്ങൾക്ക് റിയൽമി X2ൽ PUBG കളിക്കാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ഹയർ റിഫ്രഷ് റേറ്റിൻ്റെ ഫീച്ചർ ഇല്ലെങ്കിലും 60 Hz ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ്. പക്ഷേ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ഉണ്ട്. സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ കോൺട്രാസ്റ്റും പിന്നെ ബ്ലാക്ക് ലെവൽസും കിട്ടും. സോ ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസും റിയൽമി X2ൽ ബെറ്റർ ആണ്. നിങ്ങൾ റിയൽമി X2 PUBG കളിക്കാൻ വേണ്ടി വാങ്ങുകയാണെങ്കിൽ 6GB വെർഷൻ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB മാത്രമേ ഉള്ളൂ. സോ 6GB 128GBയുടെ പ്രൈസാണ്.
19,999 rupees. ഇന്നത്തെ ടോപ്പ് 5 ഗെയിമിംഗ് ഫോൺസിൻ്റെ ലിസ്റ്റിൽ ഫസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്ന ഫോണാണ് പോക്കോയിൻ്റെ പോക്കോ X2. ഇതിൽ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. HDR10 സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ സൂപ്പർ സ്മൂത്ത് റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. റിയൽമി X2യിലുള്ള സെയിം ചിപ്സെറ്റ് ആണ് ഇതിലും, ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 730G. ഇതിൽ ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ട് കിട്ടുന്നില്ല. ഇതിലുള്ളത് ഹൈബ്രിഡ് മൈക്രോ SD കാർഡ് സ്ലോട്ട് ആണ്. 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 64 മെഗാ പിക്സലിൻ്റെ സോണിയുടെ പുതുപുത്തൻ IMX686 സെൻസറാണ്. നല്ല കിടിലൻ ഫോട്ടോസാണ് പോക്കോ X2ൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുക. 20 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുണ്ട്. 4500 mAh ബാറ്ററി. കൂടെ ബോക്സിൽ കിട്ടുന്നത് 27 വാട്ടിൻ്റെ ചാർജറാണ്. പോക്കോ X2ലും റിയൽമി X2ലും സെയിം ചിപ്സെറ്റ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. നിങ്ങൾക്ക് ഇതിലും സ്മൂത്ത് ഇട്ട് അൾട്ര വരെ കളിക്കാൻ പറ്റും. അതായത് 40 FPS, ബാലൻസ്ഡിലും അൾട്ര 40 FPS ആണ്, HDയിൽ ഹൈ 30 FPS. സോ എക്സാക്ട്ലി സെയിം ഗ്രാഫിക്സ് സെറ്റിംഗ്സുമാണ്. കാരണം സെയിം GPU ആണ് ഇതിലുമുള്ളത്. Adreno 618 ആണ്. സോ റിയൽമി X2 വെച്ച് നോക്കുമ്പോൾ എക്സാക്ട്ലി സെയിം ഗ്രാഫിക്സ് സെറ്റിംഗ്സ് ആണ് പോക്കോ X2ലും. പിന്നെ PUBG പെർഫോമൻസ് നോക്കിയാൽ കുറച്ചുകൂടെ ബെറ്റർ ഓപ്റ്റിമൈസ്ഡ് പോക്കോ X2 ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. സോ PUBG വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് കിട്ടുന്ന ഈ ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ ഇല്ലേ, അത് എനിക്ക് കുറവായിരുന്നു പോക്കോ X2ൽ ഫീൽ ചെയ്തത്. പിന്നെ പക്ഷേ ഹീറ്റിംഗ് കൂടുതൽ പോക്കോ X2ലാണ്. ചെറിയ ഹീറ്റിംഗ് ഉണ്ട്. ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് ഹീറ്റിംഗ് ഫീൽ ചെയ്യാം. ഒരു 40, 42, 43 ഡിഗ്രി വരെ ഹീറ്റിംഗ് ഉണ്ട്. ചെറുതായിട്ട് ഹീറ്റിംഗ് ഉണ്ടെങ്കിലും ആ ഹീറ്റിംഗ് കാരണം ചിപ്സെറ്റിൽ ത്രോട്ട്ലിംഗ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ത്രോട്ട്ലിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഹീറ്റിംഗ് കാരണം പെർഫോമൻസ് കുറയുന്നുണ്ടല്ലോ, ആ ഒരു പെർഫോമൻസിൻ്റെ ഒരു ലാഗ് അല്ലെങ്കിൽ ഒന്നും ഞാൻ ഫീൽ ചെയ്തില്ല. ഹീറ്റിംഗ് ഉണ്ട്, പക്ഷേ അത് കാരണം പെർഫോമൻസ് എഫക്റ്റ് ആവുന്നില്ല. പോക്കോ X2ൽ PUBG കളിക്കുമ്പോൾ ബാറ്ററി ഡിസ്ചാർജിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ 120 ഹെർട്സ്, സോ ഡിഫോൾട്ട് റിഫ്രഷ് റേറ്റ് 120 ഹെർട്സ് ആണല്ലോ. സോ ഈ 120 ഹെർട്സിൽ PUBG കളിച്ച് അതും ഫുൾ ബ്രൈറ്റ്നെസ് വിത്ത് മൊബൈൽ ഡേറ്റ കളിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 18 to 20% ബാറ്ററി ഡിസ്ചാർജ് ഉണ്ടാവും നിങ്ങൾ 1 മണിക്കൂർ PUBG കളിച്ചാൽ. സോ ഇത്രയും ബാറ്ററി ഡിസ്ചാർജ് ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് 120 ഹെർട്സിൽ നിന്ന് 60 ഹെർട്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം PUBG കളിക്കുമ്പോൾ. കാരണം PUBGയിൽ 120 ഹെർട്സിൻ്റെ ആവശ്യമില്ല. സോ 60 ഹെർട്സിൽ കളിച്ച് വൈഫൈ ഇട്ട് കളിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ബാറ്ററി പെർഫോമൻസ് കിട്ടും. നിലവിൽ പോക്കോ X2ൻ്റെ 6GB 64GB. സോ PUBG കളിക്കാൻ വേണ്ടി 6GB സഫീഷ്യൻ്റ് ആണ്. 4GB ചിലപ്പം കുറഞ്ഞു പോയെന്ന് വരും. 6GB മതി. പിന്നെ ഇൻറ്റർണൽ സ്റ്റോറേജ് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചാണ്. 64GB ധാരാളമാണ്. ഞാൻ യൂസ് ചെയ്യുന്ന പോക്കോ F1ലും 64GB ആണ് ഇൻറ്റർണൽ സ്റ്റോറേജ്. സോ 6GB 64GB ഉണ്ടല്ലോ പോക്കോ X2ൻ്റെ, അതിൻ്റെ വിലയാണ് ഏകദേശം 17,000 രൂപ. പക്ഷേ അതേ സമയത്ത് റിയൽമി X2ൻ്റെ 6GB 64GB ഇല്ല, 6GB 128GB പ്രൈസാണ് 20,000 രൂപ. അതിനോടൊപ്പം തന്നെ പോക്കോ X2ൽ ബെറ്റർ ക്യാമറയുണ്ട്. ഈ ഒരു 20,000 റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമറയാണ് പോക്കോ X2ൻ്റെ. പിന്നെ ഹൈ റിഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ IR ബ്ലാസ്റ്ററിൻ്റെ ഫീച്ചറും കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് റിയൽമി എന്ന ബ്രാൻഡ് ഇഷ്ടമാണ്, പിന്നെ സൂപ്പർ ആമുലേഡ് ഡിസ്പ്ലേൻ്റെ ഒരു എക്സ്പീരിയൻസ്, വിഷ്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, അതിനോടൊപ്പം തന്നെ ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡ് സ്ലോട്ട് വേണമെങ്കിൽ റിയൽമി X2 ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. നെക്സ്റ്റ് ആണ് ഈ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്താത്ത ഒരു സ്പെഷ്യൽ മെൻഷൻ ഫോൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഫോൺ ഏതാണെന്ന്. ആ ഫോണാണ് പോക്കോയിൻ്റെ പോക്കോ F1. ഇതിൽ 6.18 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ ചിപ്സെറ്റ്. ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 845 ചിപ്സെറ്റ് ആണ്. 4K 30 and 60 FPS എടുക്കാൻ കഴിയുന്ന 12 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. കൂടെയുള്ളത് 5 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറാണ്. 20 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുണ്ട്. 4000 mAh ആണ് ബാറ്ററി. കൂടെ കിട്ടുന്ന ചാർജറാണ് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ. പോക്കോ F1ൻ്റെ പ്രൈസ് നല്ലോണം ഫ്ലക്ച്വേറ്റ് ആവുന്നുണ്ട്. ഈ കൊറോണയും പിന്നെ GSTക്ക് മുന്നേ 15,000 താഴെ കിട്ടിക്കൊണ്ടിരുന്ന ഫോണാണ് 6GB 64GB വെർഷൻ. പക്ഷേ ഇപ്പം 6GB 64GBയുടെ പ്രൈസ് ഏകദേശം 20,000 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ, 19,000 രൂപയാണെന്ന് തോന്നുന്നു ആമസോണിൽ. സോ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇത് കൂടാനുള്ള കാരണം, ഈ പ്രൈസ് ഇൻക്രീസിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത്, ഒന്ന് ഫാക്ടറീസ് ഒക്കെ ഷട്ട് ഡൗൺ ആയി കൊറോണ കാരണം. സോ ബാക്കി ഫോൺസ് ഒന്നും വരുന്നില്ല. സോ മിക്ക ആൾക്കാരും പോക്കോ F1 വാങ്ങും എന്നവർക്കറിയാം, അതുകൊണ്ട് കൂട്ടി വെച്ചിരിക്കുകയാണ് പ്രൈസ്. സോ പേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഇതിൻ്റെ എഫക്റ്റൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും ഇതിൻ്റെ പ്രൈസ് വീണ്ടും കുറയും. പ്ലസ് ഇനി പോക്കോ F2 വരികയാണെങ്കിലും പോക്കോ Fൻ്റെ പ്രൈസ് കുറയും. പോക്കോ F1 എന്ന ഫോൺ 2020 മേടിക്കണോ വേണ്ടോ എന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ അതിനെക്കുറിച്ചുള്ള ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരു പ്രൈമറി ഫോണായിട്ട്, നിങ്ങളുടെ മെയിൻ ഫോണായിട്ട് പോക്കോ F1 റെക്കമെൻഡ് ചെയ്യില്ല. ഗെയിമിംഗ് ഫോണിന് വേണ്ടി, സോ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ഫോൺ ഉണ്ട്, നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, കൂടെ ഗെയിമിങ്ങിന് വേണ്ടി, സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കോമ്പറ്റേറ്റീവ് PUBG കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല പ്രൊഫഷണൽ ലെവലിൽ അല്ലെങ്കിൽ PUBG ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ താല്പര്യം ഉള്ള ഒരാളാണെങ്കിൽ
പോക്കോ F1 മേടിക്കാം. നല്ലൊരു ഫോണാണ്, നല്ല പെർഫോമൻസ് കിട്ടും. എനിക്ക് കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നല്ല പെർഫോമൻസ് ആണ് പോക്കോ F1. സോ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് നോക്കിയാൽ ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് സ്മൂത്തിൽ എക്സ്ട്രീം കളിക്കാൻ കഴിയും. സോ GFX ടൂളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്മൂത്തിൽ എക്സ്ട്രീം ഉണ്ട്, ബാലൻസ്ഡ്, ഹൈ, HDR വരെ നിങ്ങൾക്ക് അൾട്രാ സെറ്റിംഗ്സിൽ കളിക്കാൻ പറ്റും. നമ്മൾ 5th പൊസിഷനിൽ കണ്ട റിയൽമി 6ഉം റെഡ്മി നോട്ട് 8 പ്രോ ഉണ്ടല്ലോ, അതിലും ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം ഗ്രാഫിക്സ് സെറ്റിംഗ്സ് ഉണ്ട്. പക്ഷേ പോക്കോ F1ൻ്റെ PUBG പെർഫോമൻസുമായിട്ട് അവരെ കമ്പയർ ചെയ്യാൻ പോലും കഴിയില്ല. കാരണം അത്രയ്ക്ക് നല്ല PUBG പെർഫോമൻസ് ആണ് പോക്കോ F1ൽ. എന്നാലും ഞാൻ മെയിൻ ഫോണായിട്ട് ഇത് വാങ്ങാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം പഴയ ഫോണാണ്, ഇപ്പം ഏകദേശം 2 വർഷം കഴിഞ്ഞു. ഷവോമിയും റിയൽമി പോലത്തെ കമ്പനികൾ 2 വർഷത്തേക്കാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് നൽകുന്നത്. സോ ഇതിലിപ്പം ഈയിടെയാണ് ആൻഡ്രോയിഡ് 10 അപ്ഡേറ്റ് വന്നത്. ഇനി ആൻഡ്രോയിഡ് 11 എന്തായാലും കാണില്ല. പിന്നെ ഇനി സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ ചുരുക്കമേ കാണുകയുള്ളൂ. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത് മെയിൻ ഫോണായിട്ട് ഉപയോഗിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ഫോൺ ഉണ്ടെങ്കിൽ പോക്കോ F1ൽ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് PUBG കളിക്കാൻ വേണ്ടി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 20,000 താഴെയുള്ള പ്രൈസ് റേഞ്ചിൽ വേറെ ഒരു ഫോൺ ഇല്ല. ഒരുപാട് പേര് ഏസുസിൻ്റെ Zenfone 5Gയെ കുറിച്ച് പറയുന്നുണ്ട്. അതും നല്ല ഫോണാണ്, ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം ഗെയിമിംഗ് പെർഫോമൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ബാറ്ററി 3300 mAh ഉള്ളൂ. ഇതിൽ 4000 mAhൻ്റെ ബാറ്ററി ഉണ്ട്. പ്ലസ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 20 മെഗാപിക്സലാണ്. അതായത് പോക്കോ F1ൻ്റെ ഫ്രണ്ട് ക്യാമറ 20 മെഗാപിക്സലാണ്. അതിൽ 8 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. സോ കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി പോക്കോ F1 ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.